റഷ്യയിലെ ഈ നിയമങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പറയുന്നത്. ഒരു ടൈം അത്യാവശ്യം ഒരു 7 മണി ആവാറായി. അപ്പം എത്രത്തോളം വീഡിയോ ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും മലയാളി ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്നും 21-25 വയസ്സുള്ള പയ്യന്മാർ ഇവിടെ ഡ്രഗ്സൊക്കെ പിടിച്ചിട്ട് ഡ്രഗ്സ് പിടിച്ച് അവരിപ്പോഴും ജയിലിലൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പുതിയ ന്യൂ ജനറേഷൻ 2K കിഡ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോടാണ് പറയാനുള്ളത്. അതായത് ഇവിടെ വന്നിട്ട് നിങ്ങൾ നാട്ടിലെ കളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ 100% പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ റഷ്യയിലെ ലോ അനുസരിച്ച് സക്കോൺ എന്ന് പറയും. റഷ്യയിലെ ലോ അനുസരിച്ച് ഏറ്റവും വലിയ ശിക്ഷയാണ് നർക്കോട്ടിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ബി കെയർഫുൾ. നിങ്ങൾ ഇവിടെ നർക്കോട്ടിക്കും കാര്യങ്ങളോ നിങ്ങളെ ചതിയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് 2 ലക്ഷം 5 ലക്ഷമൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് ടെലിഗ്രാം വഴി നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ലഭിക്കും. ഇതിങ്ങനെ ഈ സാധനം മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പൈസ കിട്ടും എന്നൊക്കെ പറയുമ്പം അതായത് കുറച്ച് സാധനങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 3 ലക്ഷം 5 ലക്ഷം 10 ലക്ഷമൊക്കെ ഓഫർ ചെയ്യുന്ന ഒരുപാട് ഏജന്റുമാർ ഉണ്ട് ഇവിടെ. അപ്പോൾ മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ വന്നിട്ട് നിങ്ങൾ വീഴാൻ നിൽക്കണ്ട. ഒരിക്കൽ പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു കയറി വരാമെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. അതിനുള്ളൊരു ഉദാഹരണമാണ് നമ്മുടെ മലയാളികളിൽ ചില ആളുകൾ ഇപ്പോഴും ജയിലിലാണ്. ഇവർക്ക് ഇന്നേ വരെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം ഏതൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാലും എന്തായാലും നല്ലൊരു വക്കീലിനെ വെച്ച് വാദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ നർക്കോട്ടിക്സ് ഡ്രഗ്സൊക്കെ നിങ്ങൾ ഇവിടെ റഷ്യയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ശിക്ഷ നേരിടേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. 30 കൊല്ലമൊക്കെയാണ് ഇവിടുത്തെ ഒരു ജയിൽ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 30 കൊല്ലം ഒരു 21-25 വയസ്സിലെ ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 21 വയസ്സിലെ ഒരാൾ 30 കൊല്ലം ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് അവൻ്റെ എത്രയാണ് വയസ്സ് എന്നുള്ളത്. 50 മുകളിലേക്കായി. 25 വയസ്സ് 55 വയസ്സിൻ്റെ മുകളിലായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ നാട്ടിൽ കളിക്കുന്ന കളി ഇവിടെ നടക്കത്തില്ല. ഇവിടെ അടിപിടി കേസ്, നർക്കോട്ടിക്സ്, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇവിടെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ശിക്ഷയാണ്. കാരണം റഷ്യൻസിനെതിരെ പ്രവർത്തിക്കുകയോ റഷ്യൻസിനെ ഉപദ്രവിക്കുകയോ ഇവിടുത്തെ പാസ്പോർട്ട് ഹോൾഡേഴ്സിനെ നിങ്ങൾ ആക്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ റഷ്യൻ ലോ അനുസരിച്ച് എംഫസയിൽ കംപ്ലയിൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡീപ്പോർട്ടേഷൻ വരും. അതുകൊണ്ട് റഷ്യക്കാരെടുത്ത് ഇടപഴകുന്ന സമയത്ത് ഏറ്റവും മാന്യമായ രീതിയിൽ ഇടപഴകുക. അവരായിട്ട് കൂടുതലും അവരവിടെ ഡ്രഗ്സ് വെള്ളമൊക്കെ അടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പോയിട്ട് അതിൽ പോയിട്ട് അത് തടുത്തു മാറ്റാനോ ഇടപെടാനോ നിൽക്കണ്ട. നിങ്ങളെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോവുക. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യത്തിൽ പോയി പോലീസ് കേസും കാര്യങ്ങളും ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഒന്നും നോക്കൂല. അവർ തിരിച്ച് ഓൺ ദ സ്പോട്ടിൽ ഡീപ്പോർട്ടേഷൻ ആണ് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളെ കാര്യങ്ങൾ നോക്കുക. പിന്നെ അതുപോലെ തന്നെ പുറത്തിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ ചെക്കിങ്ങും കാര്യങ്ങളും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് റഷ്യയിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെന്റുകളും, എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എല്ലാം കയ്യിൽ വെക്കുക. പുറത്തു പോകുന്നൊക്കെ സമയത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒരുപാട് ഫൈനും കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, പിന്നെ റഷ്യ അറിയാത്ത ആളുകളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈവൻ അവരുടെ അടുത്ത് എങ്ങനെ ഒരു പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇംഗ്ലീഷും അറിയില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളടുത്ത് ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടി കാരണം ഒരുപാട് പിള്ളേർ ഇപ്പോഴും പല കുറ്റകൃത്യങ്ങളുമായിട്ട് പല റഷ്യൻ ജയിലുകളിൽ ഉണ്ട് ഒരുപാട് ആൾക്കാർ. അതുപോലെ തന്നെ ഇപ്പോഴും ഒരുപാട് കുറ്റകൃത്യങ്ങളുമായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചെയ്യുന്നുണ്ട് പല പ്രശ്നങ്ങളും. അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ ഒരു കോൺസിക്വൻസ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം സക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ്റെ ലോ വളരെ സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള ലോ അല്ല. നമ്മൾ ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ആ രാജ്യവുമായി ഒരുമിച്ച് പോകാൻ നോക്കുക, പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നമ്മുടെ നാട്ടിൽ കളിക്കുന്ന കളിയൊന്നും ഇവിടെ നടക്കത്തില്ല എന്നുള്ളത് 100% സത്യമാണ്. നമുക്ക് ജോലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 12 മണിക്കൂറാണ് മോസ്റ്റ് ഓഫ് ദ കമ്പനിയിൽ ഇവിടെ ജോലി സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടിലെ പോലെ കുറച്ച് സമയം ജോലി ചെയ്തു, റെസ്റ്റ് എടുത്തു, വീണ്ടും ജോലി ചെയ്തു, റെസ്റ്റ് എടുത്തു, വീണ്ടും ജോലി ചെയ്തു, റെസ്റ്റ് എടുത്തു, അങ്ങനെയൊന്നും പറ്റില്ല. ഇവിടെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പഞ്ച്വാലിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് 8 മണിക്ക് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞാൽ 8 മണിക്ക് അവിടെ എത്തിയിരിക്കണം. അതൊക്കെ പഞ്ചാണ്. നമ്മുടെ നാട്ടിലെ പോലെ 8 മണിക്ക് പറഞ്ഞാൽ 8:30 പോവുക, 9 മണിക്ക് പോവുക, അതൊന്നുമില്ല. നിങ്ങളെങ്ങനെ ജോലിക്ക് പോകുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ശമ്പളം കിട്ടും. നിങ്ങളൊരു 8 മണിക്ക് പോകേണ്ട ജോലിക്ക് 8:30 പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു
ശമ്പളത്തിൻ്റെ കാൽഭാഗവും അവർ കട്ടാക്കും. അത് കട്ടാകുന്നല്ല, ഇങ്ങനെ ഇത് തുടർന്ന് കഴിഞ്ഞാൽ ഒരു 2-3-4 ദിവസം ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് റഷ്യയിൽ. കാരണം റഷ്യൻസിൻ്റെ ഇടയിൽ പോയിട്ട് കൂടുതലും അവരായിട്ട് പ്രശ്നങ്ങളിൽ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ കോൺസിക്വൻസ് വരിക. കാരണം അവർ ഇവിടുത്തെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരേതായിട്ടുള്ള ഇന്ത്യക്കാർക്ക് റഷ്യയും ഇന്ത്യയും തമ്മിലൊരു ബന്ധമുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് കൂടുതൽ ഒരു ഫ്രീഡം ഇവിടെ ഉണ്ട്. അത് ദുരുപയോഗം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇവിടുത്തെ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറയാറുണ്ട് യാറോപ്പിലേക്ക് ഒരാൾ ചെയ്ത് തെറ്റ് എല്ലാവരെയും ബാധിക്കുമെന്നുള്ളത്. പക്ഷെ റഷ്യ അങ്ങനെയല്ല. ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അവനെ തന്നെ പിടിച്ച് അവനുള്ള പണിഷ്മെൻറ്റ് മാക്സിമം കൊടുക്കും. അവനെ പിടിച്ച് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇപ്പോൾ ഒരു ഹിന്ദു ചെയ്താലോ മുസ്ലിം ചെയ്താലോ ക്രിസ്ത്യൻ ചെയ്താലോ ആര് ചെയ്താലും ആയിക്കോട്ടെ, ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, ആര് ചെയ്താലും ഒരുത്തം ചെയ്ത് കഴിഞ്ഞാൽ ആ മതത്തെ അല്ല അവർ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവനുള്ള മാക്സിമം ശിക്ഷ എന്താണെന്നുള്ളത് അവന് കിട്ടിയിരിക്കും 100%. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ പോയി പെടാതിരിക്കുക. കാരണം ഒരുപാട് നിങ്ങളെ വലവീശി നിങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇവിടെ. കാരണം അങ്ങനെയുള്ള ചതിക്കുയിൽ പോയി വീണ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറി വരിക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പുതിയതായിട്ട് റഷ്യയിൽ വരുന്നവരോടും റഷ്യയിൽ നിലവിലുള്ള ആളുകളോടുമാണ് ഈ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എൻ്റെ വാക്കുകൾ നിങ്ങൾ എടുക്കാം, ഇല്ലെങ്കിൽ എടുക്കാതിരിക്കാം. അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. കാരണം അഡ്വൈസ് ഒന്നും ആർക്കും ഇഷ്ടമല്ല. കാരണം അതിൽ അഡ്വൈസിലൊന്നും 2K കിഡ്സിനും ആർക്കൊന്നും ഇഷ്ടമല്ല അഡ്വൈസ് കൊടുക്കുന്നതൊന്നും. പക്ഷെ എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ് ഭാവിയിൽ. കാരണം മനസ്സിലാക്കുക, മറ്റുള്ളവരെ വാക്കുകൾ വിശ്വസിച്ച് പോയി പെട്ട് കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും പിന്നെ നിങ്ങൾക്ക് തിരിച്ചു കയറി വരാൻ പറ്റാതിരിക്കും. പിന്നെ നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ അവിടെ തകർന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.